RSP സംസ്ഥാന വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് BN ഹസ്കർ ടെലിഫോണിൽ ചെയ്യുന്നുണ്ട്. നമസ്കാരം സർ. ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് 10ാമത്തെ ദിവസം എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാകും മുഖ്യമന്ത്രി, ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത്. ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല നേതാക്കൾക്കിടയിൽ എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ. ഇത് എപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കണം ഈ മുഖ്യമന്ത്രിയെ? അല്ല, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ കോൺഗ്രസ് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് ഘടകകക്ഷികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആ സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. സ്വാഭാവികമായും ഒരു 10 ദിവസത്തെ ജനവികാരത്തെ മാനിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു ഈ ലഭിച്ച മേന്മ അല്ലെങ്കിൽ അതിന്റെ തിളക്കം നശിപ്പിച്ചതുപോലെ തോന്നുന്ന സാഹചര്യം പൊതുസമൂഹത്തിനിടയിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതെല്ലാ ഘടകകക്ഷികളും കോൺഗ്രസിനും ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ കോൺഗ്രസ് എപ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും ഇത്തരം ആഭ്യന്തര അഭിപ്രായങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന്റെ ജനാധിപത്യ സ്വഭാവവും അതിന്റെ ജൈവ പ്രക്രിയയും അതാണ് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷേ കോൺഗ്രസ് അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ അല്പം വൈകിയിട്ടുണ്ട് എങ്കിൽ പോലും അത് തിളക്കമാർന്ന വിജയത്തിന് മാറ്റുകൂട്ടുന്ന തരത്തിൽ തന്നെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. അപ്പോ ആ രീതിയിൽ ഒരു തീരുമാനം വരും എന്നുള്ളതാണ്. കാരണം അതിൽ ഈ അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലും അങ്ങനെ ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നൊരു ഘട്ടം കൂടിയായിരുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധിയും VP സിംഗും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഗ്രസിലുണ്ടാവും. പക്ഷേ ടീം UDFന് ഈ ഘട്ടത്തിൽ ലഭിച്ച വലിയ മാൻഡേറ്റ്, ആ മാൻഡേറ്റ് ആ തിളക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെയും പ്രഖ്യാപിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് വലിയ സമയം, ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകതയാണ്. അവർ സമവായത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീ ഹസ്കർ, താങ്കൾ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം UDFനുണ്ട്, കോൺഗ്രസിനുള്ളിലുണ്ട്. അത് തന്നെയാണ് ആ പാർട്ടിയുടെ വിജയം. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ 3 നേതാക്കൾ ആര് എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ ഈ നിരീക്ഷകരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു, ഘടകകക്ഷികളെ ഉൾപ്പെടെ കണ്ടിരുന്നു, MLA മാരെ ഉൾപ്പെടെ കണ്ടിരുന്നു. അവരുടെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ തേടിയിട്ടാണ് അവർ പോയത്. അപ്പോഴും ഈ VD സതീശനിലേക്കാണോ അതോ KC വേണുഗോപാലിലേക്കാണോ ഈ ഒരു ചർച്ച എത്തുന്നത് എന്നുള്ളിടത്താണല്ലോ ഈ പ്രശ്നം വരുന്നത്. അല്ല, ഇതില് ഞാൻ കരുതുന്നത് മാധ്യമങ്ങൾ ഒരുപക്ഷെ UDFന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് അമിത പ്രാധാന്യം നൽകുന്നുണ്ട്. എന്തുകൊണ്ട് നിലവിൽ 35 സീറ്റ് മാത്രം ലഭിച്ച LDFനെ സംബന്ധിച്ച്, ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ഇതുവരെ അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുവരെ അതിന്റെ നേതൃസ്ഥാനം വേണമെന്ന് CPI പോലുള്ള നാളിതുവരെ ശക്തമായ ഭാഷയിൽ അഭിപ്രായങ്ങൾ പറയാതിരുന്ന CPI പോലുള്ള സംഘടനകൾ പോലും ഇപ്പോ പ്രതിപക്ഷ നേതൃസ്ഥാനം വേണം എന്നാവശ്യപ്പെടുന്നു. അത് നിങ്ങൾ മാധ്യമങ്ങൾ പ്രാധാന്യം നൽകുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് CPM ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അപ്പടി കേന്ദ്രീകൃതമായി എടുക്കുകയും താഴെത്തട്ടിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമാണ് ഉള്ളത്. അപ്പൊ ആ സാഹചര്യത്തിൽ നിശ്ചയമായും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് CPMനൊക്കെ പാർട്ടിയുടെ PV കൂടിയപ്പോഴും എടുക്കാമായിരുന്നു. പക്ഷെ എടുത്തില്ല. പകരം വീണ്ടും സംസ്ഥാന ഘടകത്തിലേക്ക് അത് ഒരു തരത്തിലും നിങ്ങൾ ഒരു ചെറിയ വാർത്തയായി മാത്രം അത് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഇതൊരു വലിയ വാർത്തയായി, വലിയ പ്രശ്നമായി ഊതി വീർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആണ് അത് വളരെ കൃത്യതയോടുകൂടി, അവധാനതയോടുകൂടി, പൂർണ്ണ സുരക്ഷിതത്വത്തോടുകൂടി, പൂർണ്ണ തൃപ്തിയോടുകൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് അല്പം വൈകിയാണെങ്കിലും നാം കാത്തിരുന്നത് പോലെ കേരളത്തിൽ തിളക്കമാർന്ന ഭരണം നടത്തുന്നതിന് ഒരു മികച്ച മുഖ്യമന്ത്രിയെ തന്നെ കിട്ടും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്.
ഈ സാധാരണ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി പേരിലേക്കാണ് പോകുന്നതെങ്കിൽ ഉറപ്പായും ഇത് ഇത്രത്തോളം ചർച്ചയാവില്ല എന്നുള്ള കാര്യം താങ്കൾക്കും അറിയുന്നതാണല്ലോ. ഈ 3 പേരുകൾ ഉണ്ടാകുമ്പോൾ ഇത് ആരെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കറിയുന്ന പോലെ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോളുകളാണ്. ഈ 3 മുഖ്യമന്ത്രിമാരാണോ ഈ കേരളത്തിൽ ഭരിക്കാൻ പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതിനൊക്കെ ഒരു ഉത്തരം എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമല്ലേ? അല്ല, സ്വാഭാവികമായി ഇങ്ങനെ 3 പേരുടെ പേരുകൾ പാർലമെന്ററി പാർട്ടി അംഗങ്ങളായിട്ടുള്ള MLA-മാർ അഭിപ്രായം പറയുമ്പോൾ അതിനുശേഷം ഇതൊരു വലിയ ജനാധിപത്യ പ്രക്രിയ കൂടിയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ ഒരാളുടെ പേര് തീരുമാനിച്ച് വേണമെങ്കിൽ കോൺഗ്രസ് കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കാമായിരുന്നല്ലോ. അതിന് പകരം MLA-മാരെ കാണുന്നു, KPCC-യുടെ ഭാരവാഹി പ്രസിഡന്റുമാരെ കാണുന്നു, മുൻ ഭാരവാഹികളെ കാണുന്നു, മുതിർന്ന നേതാക്കന്മാരെ കാണുന്നു. എന്തു വലിയ ജനാധിപത്യ പ്രക്രിയയാണ് അക്കാര്യത്തിൽ നടന്നു വരുന്നത്. അതിനുശേഷം ഹൈക്കമാൻഡ് ഇവരെല്ലാം ഏകസ്വരത്തിൽ പറഞ്ഞത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ സർവാത്മന അംഗീകരിക്കും എന്ന് പറയും. ഈ 3 നേതാക്കന്മാരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ഉയർന്നു വന്ന 3 നേതാക്കന്മാരെയും ഒരുമിച്ച് വിളിച്ചിരുത്തി സംസാരിക്കുന്നു. അവർ ഒരുമിച്ച് പത്രസമ്മേളനം നടത്തും. അങ്ങനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ അല്പം വൈകിയെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ ഹസ്ക പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.